സോ 2026 +1 ഹ്യൂമാനിറ്റീസിലോട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടി എടുത്തിട്ടുള്ളവരുണ്ടാവാം, അല്ല സയൻസും കൊമേഴ്സൊക്കെ ആഗ്രഹിച്ചിട്ട് അതൊന്നും കിട്ടാതെ ഇതിലോട്ട് വന്നവരുണ്ടാവാം. എങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും ഇനി നമ്മളെല്ലാം ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരാണല്ലോ. ഓക്കെ, നിങ്ങളെല്ലാം ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരാണല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് കോഴ്സ് നമുക്ക് പഠിക്കാൻ ഈസിയാണോ, അതായത് നമുക്ക് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ സ്കോറിംഗ് പൊട്ടൻഷ്യൽ ഉള്ളതാണോ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഈ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യമേ പറയാനുള്ളത് എന്താണ്, നമുക്ക് ഈ ഹ്യൂമാനിറ്റീസ് പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിന് ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് പഠിക്കുന്നവർക്കേ പഠിക്കാം അങ്ങനെയൊന്നുമില്ല കേട്ടോ. മീൻസ് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റുകളാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ, അതായത് പക്ഷെ നമ്മൾ ഒന്നും പഠിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരും ജയിപ്പിച്ചൊന്നും വിടത്തില്ല. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് വർക്ക് ചെയ്യാൻ റെഡിയാണ്, നമ്മൾ കുറച്ചൊരു ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കൊക്കെ ഇടാൻ റെഡിയാണ്, കുറച്ചൊന്ന് ടൈം നമ്മൾ പഠിക്കാൻ മാറ്റി വെക്കുകയാണ് എല്ലാ ദിവസവും എന്നുണ്ട് എങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹ്യൂമാനിറ്റീസ് പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതിപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് +1 നമുക്ക് എല്ലാ വിഷയവും, നമുക്ക് എത്ര വിഷയങ്ങളാണ് പഠിക്കാനുണ്ടാവുക? 6 വിഷയങ്ങളാണ് പഠിക്കാനുണ്ടാവുക. അതിപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് എടുത്തിട്ടുള്ളവർക്കും 6 സബ്ജക്റ്റാണ് പഠിക്കാനായിട്ട് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 6 വിഷയങ്ങളെന്ന് പറയുമ്പോൾ +1 ആക്ച്വലി നമ്മുടെ ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് +1 വരുന്നത്. പക്ഷേ +2 പോകുമ്പോൾ കുറേ കൂടി ബ്രോഡറായിട്ട് പലതും പഠിക്കേണ്ടി വരും, കുറച്ചുകൂടി ആഴത്തിൽ അവിടെ പഠിക്കേണ്ടി വരും. പക്ഷേ എവിടെ ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള 6 വിഷയങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവണം. ഇനീഷ്യലി പറയുന്നൊരു കാര്യമാണ്, അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. +1 എല്ലാ വിഷയവും പാസ്സാവണം, അങ്ങനെയാണോ? അല്ല എല്ലാ വിഷയത്തിലും എനിക്ക് A+ എടുക്കണം, അങ്ങനെയാണോ? അല്ല എല്ലാ വിഷയത്തിലും എനിക്ക് ഫുൾ മാർക്ക് മേടിക്കണം എന്നതാണോ? ഇതിലെന്താണോ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവണം. ആ ഒരു ഗോളിന് അനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് തുടങ്ങാനായിട്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ആക്ച്വലി പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസൊക്കെ ഇൻട്രസ്റ്റോട് കൂടി എടുത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ജോഷായിരിക്കും, എന്ത് വേണോ പഠിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു ഒരു സ്പിരിറ്റൊക്കെ ഉള്ളിലുണ്ടാവും. പക്ഷേ നമ്മൾ ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിലപ്പോൾ എന്താവാൻ ചാൻസ് ഉണ്ട്, കുറച്ചൊന്ന് ഡൗൺ ആവാനോ അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റൊക്കെ പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ഗോൾ നിങ്ങൾ ആദ്യമേ സെറ്റ് ചെയ്യുക, അതിനനുസരിച്ച് എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ ഫുൾ മാർക്ക് വരെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതൊക്കെ പോസിബിളാണോ എന്നുള്ള കാര്യം. പോസിബിളാണ്. ഓക്കെ, നമ്മൾ എത്രത്തോളം നമ്മൾ ഇതിനു വേണ്ടി പഠിക്കുന്നോ അത്രയും നമുക്ക് മാർക്ക് കിട്ടും. അതിനത്രയും ഞാൻ ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഞാൻ 2025 ഹ്യൂമാനിറ്റീസ് +2 പാസ് ഔട്ട് ആവുന്നത്. എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കൊരു പാസ് മാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിപ്പോയാൽ മതി. A+ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾ കുറേ ടൈം എടുത്ത് പഠിക്കേണ്ടി വരും. പക്ഷേ ഫുൾ മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ടൈം എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 10 വരെ നന്നായിട്ട് പഠിച്ചിരുന്നവരാണോ പഠിക്കാത്തവരാണോ അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എല്ലാ കാര്യവും മാറ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേണമെന്ന് വിചാരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ്, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര ബാലികേറ മലയോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും അല്ലെങ്കിൽ വറിയായിരിക്കും, ഒരുപാട് വായിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പാരഗ്രാഫായിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് വായിക്കാനും എഴുതാനും ഒക്കെ വരുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ അതൊന്നൊരു പാടായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ആർക്കും വായിച്ചാൽ മനസ്സിലാവുന്നതും ആർക്കും എഴുതാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഹ്യൂമാനിറ്റീസിനെ കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ 6 വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ 6 വിഷയങ്ങളും നമ്മൾ ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ആൻഡ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പറയാനുള്ളത്,
നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ച് തന്നെയായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ PDF നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിമ്പിൾ നോട്ട്സ് നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ സീനിയേഴ്സിൻ്റെ വല്ല നോട്ട്സ് എടുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല. കറക്റ്റ് എല്ലാ വിഷയത്തിനും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ NCERTs ഫോളോ ചെയ്യുന്നവരുണ്ടാവാം. ഓക്കെ, അതും നല്ലതാണ്. അല്ലെങ്കിൽ ഈ NCERTസിൻ്റെ തന്നെ അതേ കണ്ടൻറ്റ് വെച്ചിട്ട് പ്രൈവറ്റായിട്ട് പല പബ്ലിക്കേഷൻസും പുറത്തിറക്കുന്ന ഗൈഡുകളുണ്ട്. ഓക്കെ, അതും വച്ചിട്ട് പഠിക്കുക. അപ്പോൾ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ സ്കൂളിലെ കാര്യമായിരുന്നെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്കൂളിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് അവർ ഓർഡർ കൊടുക്കുമായിരുന്നു. എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മൾ പ്രൈവറ്റ് പബ്ലിക്കേഷൻസിന് ഗൈഡ് വെച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1-2 കുട്ടികളാണെങ്കിൽ NCERTs സെപ്പറേറ്റ്ലി മേടിച്ച് അത് ഫോളോ ചെയ്തവരുണ്ട്. ഓക്കെ, ത്രൂ ഈതർ വേ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഓരോ വിഷയത്തിനും ഒരു ടെക്സ്റ്റ് ബുക്ക് മസ്റ്റായിട്ടും കയ്യിൽ വേണം. ഓക്കെ, നിങ്ങൾക്ക് പുതിയതായിട്ട് മേടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ അറിയാന്നുള്ള ആരടുത്തെങ്കിലും ഒന്ന് ചോദിച്ച് ചേട്ടന്മാരടുത്തോ ചേച്ചിമാരടുത്തോ ഒക്കെ ചോദിച്ച് ഹ്യൂമാനിറ്റീസ് പഠിച്ചവരുടെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് മേടിച്ച് വയ്ക്കുക. പക്ഷേ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കൊല്ലം നമ്മുടെ ഇംഗ്ലീഷിൻ്റെയും സെക്കൻഡ് ലാംഗ്വേജിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മേടിച്ചിട്ട് കാര്യമില്ല. ബാക്കി നമ്മുടെ സബ്ജക്റ്റ് വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ഇനി പറയുന്നത് ഈ സബ്ജക്റ്റുകളുടെ ഒരു ഡീറ്റെയിൽസ് ആണ്. അതായത് നമുക്ക് 6 വിഷയങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ പല സ്കൂളിലും പല വിഷയങ്ങളായിരിക്കും. പക്ഷേ എങ്കിലും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് കോമൺ ആയിട്ട് പഠിക്കേണ്ട 3 പ്രധാന വിഷയങ്ങളാണ്. ഒന്ന് ഹിസ്റ്ററി നിങ്ങൾ എല്ലാ സ്കൂളിലും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് പഠിക്കാനുണ്ടാവും ഹിസ്റ്ററി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനുണ്ടാവും, എക്കണോമിക്സ് പഠിക്കാനുണ്ടാവും. ഈ 3 വിഷയങ്ങളും മോസ്റ്റ് ഓഫ് എല്ലാ സ്കൂളുകളിലും ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് ഈ 3 സബ്ജക്റ്റും കോമൺ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ 4ാമത്തെ വിഷയം എന്ന് പറയുന്നത് പല വിഷയങ്ങളും പല സ്കൂളിലുണ്ട്. അതായത് ചിലയിടത്ത് സോഷ്യോളജി ഉണ്ട്, ചിലയിടത്ത് ജിയോഗ്രഫിയാണ്, ചിലയിടത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി, ജേർണലിസം, ഗാന്ധിയൻ സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഞാൻ പഠിച്ചത് സോഷ്യോളജി ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു വിഷയം. അങ്ങനെ ഈ 4 മെയിൻ വിഷയങ്ങൾ നമുക്കുണ്ട്. ദെൻ ഇത് കൂടാതെ ലാംഗ്വേജസ് വരുന്നുണ്ട്. ഇംഗ്ലീഷ്, അത് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജും നിങ്ങൾ എടുത്തിട്ടുള്ള ഓപ്ഷൻ അനുസരിച്ചായിരിക്കും. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ എടുത്തിട്ടുണ്ടാവുമല്ലോ, മലയാളമോ ഹിന്ദിയോ അറബിക്കോ സാൻസ്കൃതോ ഉറുദുവോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്. ഓക്കെ, ഇങ്ങനെ ഒരു 6 വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കി കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. ഓക്കെ, വായിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഇതിലേത് വിഷയമായാലും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കൃത്യമായിട്ട് വായിച്ച് നമ്മൾ പഠിക്കണം. ഓക്കെ, ദെൻ വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കി വായിക്കാനായിട്ട് നോക്കുക. ഓക്കെ, ദെൻ എന്നിട്ട് നമ്മളിപ്പോൾ ആൻസർ എഴുതുന്ന സമയത്തും നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. എങ്കിലാണ് നമുക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, അതായത് നിങ്ങളെപ്പോഴും ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ് വരെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണാപ്പാഠം പോലെയൊക്കെ പഠിച്ചിട്ട് വന്നവരാണെങ്കിൽ ആ ഒരു മെത്തേഡ് എവിടെ നടക്കത്തില്ല. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചു, അപ്പോൾ ആ പാരഗ്രാഫ് A to Z അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കണ്ടൻറ്റ് എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക വേണ്ടത്. എന്നിട്ട് എക്സാം എഴുതുന്ന ടൈമിൽ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടേതായിട്ടുള്ള ഓൺ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എഴുതാം. പിന്നെ നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ മലയാളം മീഡിയത്തിലുള്ളവർക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവർക്ക് സെപ്പറേറ്റ് ഉണ്ട്, മലയാളം മീഡിയം പഠിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഷയാണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ വായിക്കാണ്ട് നമുക്കൊന്നും പോയി എഴുതാൻ പറ്റത്തില്ല. നമ്മൾ മസ്റ്റായിട്ടും അങ്ങനെ ഒരു അവിടെ നമ്മൾ വായിച്ച് മാക്സിമം കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കാനും ശ്രമിക്കണം. പിന്നെ എക്സാം എഴുതുന്ന ടൈമിലാണെങ്കിൽ നമ്മൾ എഴുതുന്നതിനനുസരിച്ചാണ് നമുക്ക് മാർക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓവറായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫോളോ ചെയ്ത് പോവേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമേ അത് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ തന്നെ ഈ +1 ഈ ഒരു കൊല്ലം ഉള്ള വിഷയങ്ങളെല്ലാം പാസ്സാവാനായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, കാരണം ഏതെങ്കിലും വിഷയം നമ്മൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് +1 എഴുതുന്ന ടൈമിലായിരിക്കും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത്, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ
നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ +2 എക്സാം എഴുതുന്ന കൂടെ ആയിരിക്കും നമുക്ക് +1ൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന പോലെ പഠിച്ച് പാസ്സാവാനുള്ള ഒരു ആ രീതിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം പഠിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടൈമൊക്കെ കിട്ടും എക്സ്ട്രാ നമ്മൾ വേറെ സ്ട്രീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം നമുക്കിവിടെ ലാബോ പ്രാക്ടിക്കൽസോ അല്ലെങ്കിൽ റെക്കോർഡ്സ് എഴുതാനോ അങ്ങനെയൊന്നും ഒരു എക്സ്ട്രാ സംഭവങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ആൻസർ റൈറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, പക്കയാണ്. അപ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ നമുക്ക് ടൈമൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ടൈമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം UPSCയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഗോളൊക്കെ വെച്ചിട്ട് ഈ ഒരു വിഷയം എടുത്തിട്ടുള്ളവരാണെങ്കിൽ UPSC പഠിക്കണമെങ്കിൽ അതൊക്കെ സൈഡായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാം. അല്ല PSCക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ആണെങ്കിൽ അത് സൈഡായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി +2ന് ശേഷം LLBക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർ ഹ്യൂമാനിറ്റീസ് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള LLBക്കൊക്കെ എന്ന് പറയുമ്പോൾ എൻട്രൻസുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് CUT പോലുള്ള എൻട്രൻസുകൾ, അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസും ഈ ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സൈഡായിട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഈസി ആയിരിക്കും. കാരണം നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഓൺ സെൻറ്റൻസിൽ എഴുതാൻ പറ്റുക. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മളങ്ങനെ നമ്മൾ എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് ബെറ്റർ ആയിട്ടുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെ റെക്കോർഡ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും അസൈൻമെൻറ്റ് തന്നാലായി. ഓക്കെ, ഇപ്പോൾ ഞാൻ പഠിച്ചിരുന്ന ടൈമിലെന്ന് പറയുമ്പോൾ മിക്ക ടീച്ചേഴ്സ് നോട്ട് കംപ്ലീഷൻ ആയിരുന്നു. മീൻസ് ഈ C മാർക്കൊക്കെ വരുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയും. പിന്നെ ചില ടീച്ചേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റ് കൂടി തരും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെന്ന് പറയുമ്പോൾ യെസ് ഓഫ് കോഴ്സ് നമ്മൾ ചരിത്രം മീൻസ് പാസ്റ്റ് കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. +1 പോകുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് കേട്ടോ. അത് നല്ല ഈസിയാണ്, അങ്ങനെ വേറെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആൻഡ് ദെൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. +1 നിങ്ങൾ പഠിക്കുന്നത് ഭരണഘടനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പഠിക്കുന്നത്. ഇനി എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. അതായത് എക്കോണമി പരമായിട്ട് എക്കണോമിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. +1 ആക്ച്വലി എക്കണോമിക്സ് ഭയങ്കര സിമ്പിളാണ്. കാരണം നമുക്ക് എക്കണോമിക്സിന് കുറച്ച് കണക്കുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കുകളൊക്കെ തന്നെയാണ്. +1 വളരെ ഈസിയാണ് കേട്ടോ. +2 പോകുമ്പോൾ കുറച്ചുകൂടി അതൊരു ലെവൽ കൂടി വരും. പക്ഷേ +1 ഉള്ള എക്കണോമിക്സും കാര്യങ്ങളൊക്കെ നല്ല ഈസിയാണ്. ദെൻ അടുത്ത വിഷയം സോഷ്യോളജിയൊക്കെ ആണെങ്കിൽ സമൂഹത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. ദെൻ വേറെ വിഷയങ്ങൾ അതിനനുസരിച്ച്. ഓക്കെ, ഞാനിപ്പോൾ സോഷ്യോളജി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ദെൻ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഒക്കെ ഇപ്പോൾ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അന്നന്ന് പഠിപ്പിക്കുന്നത് ആ രീതിക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. കാരണം ഇതിങ്ങനെ നമ്മൾ പഠിക്കാണ്ട് വെച്ചിരുന്ന എക്സാം ടൈമൊക്കെ ആയിട്ട് എടുത്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിടം എത്തത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് പഠിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച് പോകാനായിട്ട് നോക്കുക. ഓക്കെ, ഓരോ ചാപ്റ്റർ വൈസായിട്ട് നമ്മൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലാണ്ട് നന്നായിട്ട് തന്നെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പഠിക്കാണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ടെൻഷനായിരിക്കും, ഒരിടവും തീരാത്ത പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിപ്പിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വരാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നത് +2 ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. എക്സാം ടൈമിലൊക്കെ ആകുമ്പോഴും ഒരുപാട് നമ്മൾ ക്ലാസ്സും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു ഫാമിലിയാണ്, നിങ്ങൾ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആൻഡ് നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലമൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആയിട്ടുള്ളതൊക്കെ. സോ അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി +1കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചാനലൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനാബിൾ ആക്കി വയ്ക്കുക. ദെൻ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഒന്നില്ലെങ്കിൽ റിപ്ലൈ തരാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. സോ അതുകൊണ്ട് നിങ്ങൾ മടി കാണിക്കരുത്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. താങ്ക് യു.